മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. കുവൈത്തിൽ 2 അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. മിസൈൽ പതിച്ച് UAE-യിൽ പാക് പൗരൻ കൊല്ലപ്പെട്ടു. ഇറാന്റെ 25 ഡ്രോണുകൾ തകർത്തതായി സൗദി അറേബ്യ വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ വൻ തീപിടുത്തവും ഉണ്ടായി. എണ്ണ സംഭരണശാലയിലെ തീപിടുത്തം തെരുവുകളിലേക്ക് തീ പടരുന്നതായാണ് വിവരം. ഇസ്രായേലിലെ ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലകളിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണം തുടരുകയാണ്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. റഹീസ്, കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചത്. ആക്രമണം ബോധപൂർവമായിരുന്നില്ല എന്ന് ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ക്ഷമിക്കണം, ഇറാൻ നിലപാട് സ്വീകരിച്ചത്, ഇറാൻ മാപ്പ് ചോദിച്ചതും. ഇപ്പോൾ കടുത്ത പ്രത്യാക്രമണത്തിന്റെ പാതയിൽ തന്നെയാണല്ലോ ഇറാൻ. ദുബായിലെ അൽ ബർഷയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇത് ഏത് സ്ട്രാറ്റജിയാണ്? എങ്ങനെയാണ് ഗൾഫ് മേഖലയിൽ ഇറാന്റെ ഈ പ്രത്യാക്രമണവും തുടർന്നുള്ള സംഭവവികാസങ്ങളും വിലയിരുത്തപ്പെടുന്നത്? ആളുകൾ ആശങ്കയിലാണോ? സമാധാനമില്ലാതെ ഇനി എത്ര നാൾ തുടരേണ്ടി വരും ഈ യുദ്ധമുഖത്ത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. അവിടെ ഏറ്റുമുട്ടൽ കനത്തിരിക്കുന്നു. സംഘർഷത്തിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ അയൽ രാജ്യങ്ങളോട് ക്ഷമ ചോദിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും നിൽക്കുന്നില്ല ഈ ആക്രമണം, അല്ലെങ്കിൽ അതിനോട് ഈ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തോടുള്ള ഇറാന്റെ മറുപടി. കുവൈത്തിൽ 2 അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സങ്കീർണമായ സ്ഥിതിവിശേഷം രൂപപ്പെടുകയാണ്. മിസൈൽ പതിച്ച് UAE-യിൽ പാക് പൗരൻ കൊല്ലപ്പെട്ടു. ഇറാന്റെ 25 ഡ്രോണുകൾ തകർത്തു എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ വൻ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതിന്റെ സൂചന കൂടിയാണ്. മുഹമ്മദ് റഹീസ്, ഞങ്ങളുടെ പ്രതിനിധി, ചേരുന്നു നമ്മളോടൊപ്പം ദുബായിൽ നിന്ന്. റഹീസ്, എന്താണ് നിലവിൽ സാഹചര്യം? കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി, അല്ലെങ്കിൽ ഇന്നലെ ഈ ഇറാൻ ആക്രമണം അവസാനിപ്പിക്കുകയാണ്. തങ്ങളിനി ഈ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ആക്രമണം തുടങ്ങിയതിനു ശേഷം തീവ്രമായ ആക്രമണമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രധാനമായിട്ടും നടക്കുന്നത്. അതിൽ 3 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പറയാനുള്ളത്. അതിൽ UAE-യിൽ ഒരാളും, ഒപ്പം തന്നെ ഈ കുവൈറ്റിൽ 2 അതിർത്തി സുരക്ഷാ സൈനികരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അതിൽ ഈ UAE സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പാകിസ്ഥാൻകാരനായിട്ടുള്ള ഒരു ഡ്രൈവറാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം വാഹനത്തിൽ സഞ്ചരിക്കവേ ഈ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും മറ്റുമൊക്കെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് ഒരു അപകടം ഉണ്ടായാണ് അദ്ദേഹം മരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്നും 2 അതിർത്തി സുരക്ഷാ സൈനികർ വീരമൃത്യു വരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് കുവൈറ്റിലെ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ ഈ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലാൻഡ് ബോർഡർ സെക്യൂരിറ്റിയിലെ സേവനം അനുസരിച്ചിരുന്ന ലഫ്റ്റനന്റ് കേണൽ സ്റ്റാഫ് അബ്ദുള്ള ഇമാദ് അൽ ഷറ, ഒപ്പം തന്നെ മേജർ ഫഹദ് അബ്ദുൽ അസീസ് അൽ മെജ്മത് എന്നിവരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിലുള്ള മരണമാണ് എന്ന് കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെയും 2 സൈനികർ ഇത്തരത്തിൽ മരിച്ചിരുന്നു. ഒരു കുട്ടി, 11കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം, UAE സംബന്ധിച്ചിടത്തോളവും അത് 4ആയി മാറിയിരിക്കുന്നു. കുവൈറ്റിൽ നിലവിൽ അത് 5ആയി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മരണസംഖ്യ ഉയർന്നു എന്നുള്ളൊരു ആശങ്കയാണ്. ബഹ്റൈൻ, കുവൈറ്റ്, ഒപ്പം തന്നെ ഖത്തർ, UAE എന്നിവിടങ്ങളിൽ ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. UAE-യിൽ ഒടുവിലായ ആക്രമണം സ്ഥിരീകരിച്ചത്, അല്ലെങ്കിൽ അത് ഇന്നലെ രാത്രിയാണ് ഉണ്ടായത്. പക്ഷേ ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ രാവിലെ മുതൽ തന്നെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പലയിടങ്ങളിലായിട്ട് ആക്രമണം ഉണ്ടായത്. ഇതിനകത്തൊരു പ്രശ്നം, ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് പരിക്കേൽക്കുമ്പോഴും ഒരു തരത്തിലുമുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു നീക്കവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ന് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളോട് ക്ഷമ ചോദിച്ചിരുന്നു. എന്നിട്ടും ഇപ്പോഴും വീണ്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ ഇതുപോലെ തന്നെ പ്രതികരിച്ചാൽ മതി എന്ന തീരുമാനത്തിലാണോ ഗൾഫ് രാജ്യങ്ങളുള്ളത്? അതല്ല, ഈ കാര്യത്തിൽ ഒരു പുനരാലോചന വേണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇതിൽ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഈ ആക്രമണങ്ങൾ ഒക്കെയും ഗൾഫ് രാജ്യങ്ങളും കണക്കിലാക്കുന്നത് അത് അവിടുത്തെ
ജനങ്ങൾക്കെതിരെയുള്ള ആക്രമണമായിട്ടല്ല ഗൾഫ് രാജ്യങ്ങളും അതിനെ കണക്കിലാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ പറയുന്ന തരത്തിലൊരു തിരിച്ചടിയോട് പ്രതികരണം എന്നതിനപ്പുറം അതിനെ പ്രതിരോധിക്കുക എന്നതിനപ്പുറം തിരിച്ചടിയോട് ഗൾഫ് രാജ്യങ്ങൾക്കും വലിയ താല്പര്യമൊന്നും തന്നെയില്ല. ആദ്യഘട്ടത്തിൽ സൗദിയും ഒരു പരിധിവരെ ഖത്തറും ഒക്കെയാണ് ഇത്തരത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത്. വാക്കുകൾ കൊണ്ടെങ്കിലും കടുത്ത നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത് അവരാണ്. പക്ഷേ അതൊക്കെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് തിരുത്തി പറയുകയും ചെയ്തു. തങ്ങളൊരു തിരിച്ചടിയല്ല ലക്ഷ്യമിടുന്നത്, മറിച്ച് പ്രതിരോധിക്കാൻ തങ്ങളുടെ രാജ്യം സജ്ജമാണ്, തങ്ങൾക്കതിന് കഴിയും എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന നിലയിലേക്ക് അവരും നിലപാടുകൾ മാറ്റുകയുണ്ടായി. കാരണം ഇറാനെതിരെ ഒരു ആക്രമണം അല്ലെങ്കിൽ ആ തരത്തിലൊരു തിരിച്ചടി അല്ലെങ്കിൽ ഈ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തോടൊപ്പം അവർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം പറയൽ, ആ നിലയിലേക്ക് ഒന്നും ഒരു നിലപാടെടുക്കാൻ ഈ രാജ്യങ്ങൾക്കൊന്നും കഴിയില്ല. ഇന്ന് രാവിലെയും ഇപ്പോൾ UAE ഭരണാധികാരിയും ഒപ്പം തന്നെ ഖത്തർ അമീറും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബഹ്റൈൻ ഭരണാധികാരിയും UAE ഭരണാധികാരിയും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു തീവ്രമായ നിലപാട് പറയലിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് കരുതുന്നില്ല. ഇന്നലെ UAE പ്രസിഡന്റ് പറഞ്ഞത് തങ്ങളെ ആക്രമിക്കുന്നവർ തങ്ങൾ നിസ്സാരക്കാരാണ് എന്ന് കരുതി തങ്ങളെ ആക്രമിക്കരുത് എന്നുള്ളതാണ്. ഈ അകം, അതായത് പുറം എപ്പോഴും മനോഹരമായിരിക്കും UAEയുടേത്, പക്ഷെ അകം വലിയ ാണ് ആ നിലയിലാണ് UAE. റഹീസ്, ഇവിടെ അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെടുന്നത് നിരുപാധികമായ ഒരു കീഴടങ്ങലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ IRGC പറയുന്നു ഞങ്ങൾക്ക് ഇനിയും ഒരു 6 മാസം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധം ചെയ്ത് നിൽക്കാനുള്ള ശേഷിയുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടെന്ന് പറയുന്നു. ഇന്നലെ അയൽ രാജ്യങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം ഇന്നും ആക്രമണത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ബഹ്റൈനിലൊക്കെ കുറേ ആളുകൾക്ക് പരുക്ക് പറ്റിയിരിക്കുന്നത് ഈ ഇറാൻ അയക്കുന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ തട്ടിയിട്ടൊക്കെയുള്ള അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അതിനപ്പുറം നേരിട്ട് ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഉന്നം വെച്ചിട്ടുള്ള ആക്രമണം സംഭവിക്കുന്നുണ്ടോ ഇറാന്റെ ഭാഗത്ത് നിന്ന്? GK, ഇതിൽ ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്ന അടുത്തൊക്കെയും ഏതെങ്കിലും തരത്തിൽ ഈ US-ന്റെ ഏതെങ്കിലും പ്രധാന കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ഈ സൈനിക താവളം, അല്ലെങ്കിൽ യുഎസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഈ ഒഫീഷ്യൽസ് താമസിക്കുന്ന ആ നിലയിലേക്കൊക്കെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശരിക്കും ആക്രമണം നടക്കുന്നത്. അത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്ല എന്നുണ്ടെങ്കിലും ഏത് പ്രധാന മേഖലയിൽ UAE-യിലായിക്കോട്ടെ ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ ഈ ആക്രമണം നടത്തുന്നത് പ്രധാനമായും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആക്രമണം നടത്തുന്നത്. പക്ഷേ ഇത് ഈ ജനവാസ മേഖലയിലുള്ളവർക്ക് അപകടം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴാണ് എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യാഖ്യാനം. അങ്ങനെയാണ്, അല്ലാതെ തങ്ങൾ നേരിട്ട് ഈ ജനവാസ മേഖലയിൽ ആക്രമിക്കുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളും ഇതിനെ കണ്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. കാരണം അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറെ കൂടി തീവ്രമായിട്ടുള്ളൊരു നിലപാടിലേക്ക് പോകാം. ഏതെങ്കിലും നിലയ്ക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് പിന്തുണ നൽകുന്ന രീതിയിലേക്കൊക്കെ പോകാം. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഈ ബഹ്റൈനിലെ മുഹാറക് ഏരിയയിലുള്ള യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങൾക്കടക്കമൊക്കെ ഇന്ന് കേടുപാടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇതൊന്നും ആ യൂണിവേഴ്സിറ്റി കെട്ടിടത്തിനെ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ആക്രമണമല്ല എന്നാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. കാരണം കുവൈത്താണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഒക്കെ ഇപ്പൊ കുവൈത്തിൽ വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവർക്കുണ്ട്. ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഈ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്രോൺ ആക്രമണങ്ങളെ തടയുന്നുണ്ട്. അതേസമയം ബഹ്റൈനിലും ഇതേപോലെ തന്നെ അപായ സൈറനുകൾ മുഴക്കി പെട്ടെന്ന് ആളുകളോട് ഏറ്റവും അടുത്തുള്ള സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ പോലും പറയുന്നത് ആളുകളോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ വേധ സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിച്ച് ഇറാന്റെ ആക്രമണത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ എന്നത് നമ്മുടെ മുന്നിലെ പ്രധാനപ്പെട്ട ആശങ്കയായി നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ദശലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്ത്യക്കാർ ഈ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവരുടെ സുരക്ഷ നമ്മളെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. ഈ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കത് വിശദമായി പരിശോധിക്കണം. മുഹമ്മദ് റീസി, സാഹചര്യത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.